രാജ്യത്ത് നിന്ന് സ്പെയിനിലേക്ക് ആയിരക്കണക്കിന് ആൾക്കാർ അനധികൃതമായി കുടിയേറുന്നു. ഇത് സ്പെയിനിൻ്റെ സാമൂഹിക സാമ്പത്തിക അന്തരീക്ഷത്തെ എല്ലാം ഗുരുതരമായി ബാധിക്കാൻ പോകുന്ന പ്രശ്നമാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൊറോക്കോ എന്ന് പറയുന്ന രാജ്യം അതൊരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്. 99% സുന്നി മുസ്ലിങ്ങളുള്ള ഒരു ആഫ്രിക്കൻ രാജ്യം. ഈ ആഫ്രിക്കൻ രാജ്യം ഏറ്റവും അധികം ചേർന്ന് കിടക്കുന്നത് സ്പെയിൻ്റെ ഭാഗത്തോട്ടാണ്. ആ സ്പെയിനും ഇതും തമ്മിലുള്ള അതിർത്തി വ്യത്യാസം എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയതാണ്. ഇരു കരകൾക്കുമിടയിൽ ചെറിയ ഒരു കടലിൻ്റെ ഭാഗം, അത് കടന്നു കഴിഞ്ഞാൽ നേരെ സ്പെയിനിലേക്ക് കയറാം. മൊറോക്കോ എന്ന് പറയുന്ന രാജ്യം ഗുരുതരമായ പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അവിടെ തൊഴിലില്ലായ്മ, മറ്റു പ്രശ്നങ്ങൾ ഒക്കെയുണ്ട്. അവിടെ സാമ്പത്തിക പ്രതിസന്ധികളുണ്ട്, ഭക്ഷണ ദൗർലഭ്യമുണ്ട്, ഇങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട്. ഒരു ആഫ്രിക്കൻ രാജ്യമാണ്. അവിടെ ഉള്ള ആൾക്കാർ എന്ന് പറയുന്നത് ഭൂരിപക്ഷവും ഈ 99% മുസ്ലിങ്ങളാണ്. 1% താഴെ ക്രിസ്ത്യാനികളും യഹൂദരും ഉണ്ട് എന്നുള്ളതാണ്. ആ ജനവിഭാഗമാണ് ഇപ്പോൾ സ്പെയിനിലേക്ക് കുടിയേറുന്നത്. അല്ലെങ്കിൽ തന്നെ സ്പെയിൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അവസ്ഥ അത്ര വിശേഷപ്പെട്ട അവസ്ഥയൊന്നുമല്ല. നല്ല രീതിയിൽ പോകുന്ന രാജ്യമൊന്നുമില്ല. സാമ്പത്തികമായി ഒരുപാട് പരാധീനതകൾ ഉള്ള രാജ്യമാണ്. നമുക്കറിയാം, കാളക്കൂറ്റന്മാരുടെ രാജ്യമാണ് ഈ പറയുന്ന സ്പെയിൻ എന്ന് പറയുന്നത്. അത് മാത്രവുമല്ല, സ്പെയിൻ്റെ ഒരു സാംസ്കാരിക സവിശേഷത എന്ന് പറയുന്നത് വളരെ സെക്കുലറായ ഒരു ജനവിഭാഗമാണ്. വലിയ മാനുഷികത, ഹ്യൂമൻ റൈറ്റ്സ് ഇതുപോലുള്ള കാര്യങ്ങളെയൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന ആൾക്കാരാണ്. അതിൻ്റെ കാരണവും കൂടി പറഞ്ഞുതരാം. അവിടുത്തെ ഏതാണ്ട് 55% വരുന്ന ജനസംഖ്യയിലുള്ളവരും കത്തോലിക്കരാണ്. റോമൻ കത്തോലിക്കർ എന്ന് തന്നെ പറയാം. ആ കത്തോലിക്കരായിട്ടുള്ള വിഭാഗത്തിൽ ബഹുഭൂരിപക്ഷം ആൾക്കാരും മതവുമായിട്ട് അത്ര അടുപ്പമുള്ളതല്ല. വിശ്വാസികളൊക്കെ തന്നെയാണ്, പക്ഷേ ചുരുങ്ങിയ ശതമാനത്തിലുള്ള ആൾക്കാർ മാത്രമാണ് മതപരമായിട്ടൊക്കെ തന്നെ ജീവിക്കുന്നത്. ആ ജനസംഖ്യയുടെ ഏതാണ്ട് 40% വരുന്ന ആൾക്കാർ എത്തിസ്റ്റുകളാണ്, ഇല്ലെങ്കിൽ ദൈവവിശ്വാസികളല്ലാത്തവരാണ്. അതായത് ആ ജനസംഖ്യയുടെ 40%, ഏതാണ്ട് പകുതിയോളം വരുന്ന ജനങ്ങൾ ദൈവത്തിലേ വിശ്വസിക്കുന്നില്ല. അവർ ദൈവവുമായിട്ടോ മതവുമായിട്ടോ ബന്ധമില്ലാതെ ജീവിക്കുന്നു. അവർ വളരെ പുരോഗമനവാദികളാണ് എന്നുള്ളതൊക്കെയാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യം. അങ്ങനെ ഉള്ള ഒരു രാജ്യത്തേക്കാണ്, ഇസ്ലാമിക വിഭാഗത്തിൽപ്പെടുന്ന ഒരു രാജ്യത്ത് നിന്ന് വമ്പൻ കുടിയേറ്റം നടക്കുന്നത്. ആയിരക്കണക്കിന് ആൾക്കാർ ഈ രാജ്യത്തേക്ക് ഇരച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് സ്പാനിഷ് എൻക്ലേവ് എന്ന് പറയുന്ന ഒരു ഇടനാഴി പോലുള്ള ഒരു പ്രദേശമുണ്ട്. അവിടേക്ക് കടന്നു കയറി ഈ രാജ്യത്തിനകത്തേക്ക് അവിടുത്തെ ബോർഡർ സംവിധാനങ്ങളെല്ലാം തകർത്തുകൊണ്ട് ആയിരക്കണക്കിന് ആൾക്കാർ ഓടിപ്പോകുന്ന ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണാം. ഇതെല്ലാം തന്നെ സ്പെയിനിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസുകാർ തടയാൻ ശ്രമിക്കുന്നു, പക്ഷേ ഇവർ നിൽക്കുന്നില്ല. ആൾക്കാർ ആയിരക്കണക്കിന്, നൂറുകണക്കിന് ആൾക്കാർ ഇങ്ങനെ ഇടിച്ചു കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സ്പെയിൻ്റെ കാര്യം കട്ടപ്പുകയാകാൻ പോവുകയാണ് എന്നുള്ളതാണ്. 9 പേർ ഈ കുടിയേറ്റ യാത്രക്കിടയിലും ഇവിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും അടക്കംപെട്ട് മരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതിന് ഈ പറയുന്ന സ്പെയിനിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യമാണ് ഇറ്റലി എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റലിക്ക് ഇതേ പറയുന്ന ആശങ്കകളെല്ലാം ഉണ്ട്, അവിടേക്കും കടന്നു കയറുന്നു. അപ്പോൾ മെലോണി എന്താ പറഞ്ഞത്, ഷെങ്കൻ വിസ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുകയാണ്, അതിർത്തികളെല്ലാം തന്നെ അടയ്ക്കുകയാണ്, വളരെ സുരക്ഷിതമാക്കുകയാണ് ഞങ്ങളുടെ സൈന്യത്തെ ഉപയോഗിച്ചെന്ന്. ഏതായാലും സ്പാനിഷ് ആർമി ഈ മേഖലയിലെല്ലാം തന്നെ വിന്യസിക്കപ്പെട്ട് കഴിഞ്ഞു. അവർക്കെങ്കിലും തടയാൻ കഴിയാത്ത ഒരു ജനപ്രവാഹമാണ്. ഒരു കാര്യമുള്ളതെന്തെന്നറിയാമോ, ഇവർ വളരെയധികം മനുഷ്യപ്പറ്റോടുകൂടി പെരുമാറുന്നു എന്നുള്ളതാണ്. ഒറ്റ എണ്ണത്തിനകത്തോട്ട് കയറാതെ എല്ലാത്തിനെയും വെടിവെച്ച് തള്ളിയിരുന്നെങ്കിൽ ഒരെണ്ണം പോലും ഇങ്ങോട്ട് വരാൻ പിന്നെ ധൈര്യപ്പെടില്ലായിരുന്നു എന്നുള്ളതാണ്. മെക്സിക്കോയിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറുന്ന രീതി അറിയാമല്ലോ. നമ്മുടെ ബംഗ്ലാദേശ് ഉണ്ടല്ലോ അപ്പുറത്ത് കിടക്കുന്ന അവന്മാർ ഇന്ത്യയിലേക്ക് കയറി വരുന്നതിൻ്റെ കാര്യം തന്നെ നമുക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ. അത്രയും വൃത്തികെട്ട ഒരു വിഭാഗങ്ങളാണ് ഇതുപോലെയൊക്കെ ഒരു രാജ്യത്തിൻ്റെ അതിർത്തി കടന്ന് അനധികൃതമായി കുടിയേറുന്നത്. സ്വന്തമായിട്ട് രാജ്യമുണ്ടെങ്കിലും ആ രാജ്യത്ത് നിൽക്കാതെ മറ്റൊരു രാജ്യത്ത് പോയി അവിടെ അസന്തുലിതാവസ്ഥ ഉണ്ടാക്കുക, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നൊക്കെ ഉള്ളത് ചില വിഭാഗങ്ങളുടെ ഒരു രോഗമാണ്. ആ രോഗത്തിന് ഏറ്റവും നല്ല മരുന്ന് ബുള്ളറ്റ് തന്നെയാണ്. ആ ബുള്ളറ്റ് നെഞ്ചിൽ കയറിയാൽ ഈ രോഗം മതിയാക്കാവുന്ന, ഇല്ലെങ്കിൽ കുറയാവുന്ന, ഇല്ലാതാവുന്നുള്ളൂ എന്ന മരുന്നാണ് വെടിയുണ്ട എന്ന് പറയുന്നത്. ഗോലി എന്ന് പറയും. നമ്മൾ മരുന്നിനും ഗോലി എന്നാണ് പറയാറുള്ളത്. ഈ വെടിയുണ്ടയ്ക്കും ഗോലി എന്നാണ് ഹിന്ദിയിൽ പറയുന്നത്. അപ്പോൾ ആ ഗോലി അങ്ങ് അയച്ചു കൊടുത്താൽ മതിയായിരുന്നു. അപ്പോൾ ഇപ്പം നമ്മുടെ BSF ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന അതവന്മാർ അകത്തോട്ട് കയറാതിരിക്കാനായിട്ട്. ഏതായാലും മൊറോക്കോയിൽ നിന്ന് വൻ തോതിൽ കുടിയേറ്റം ആരംഭിച്ചിരിക്കുന്നു. ആ കുടിയേറ്റം ഇതിന് മുൻപ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. 2021 ഇതേപോലെ കുടിയേറ്റം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ പറയുന്ന സാമാന്യം സമാധാനമായിട്ട് ജീവിക്കുന്ന ഒരു ജനതയാണ് സ്പെയിൻ. ആ സ്പെയിനിലെ ജനങ്ങൾക്കിടയിലേക്കാണ് ഇവർ കടന്നു വരുന്നത്. ഈ കടന്നു വരവിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ. ഈ അഭയാർത്ഥികളായി കുടിയേറ്റക്കാരായിട്ട് യൂറോപ്പിലേക്ക് കടന്നു വന്ന ആൾക്കാർ ഓരോ രാജ്യത്തും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അറിയാം. സിറിയയിലും ലബനനിലും അവിടെ എവിടെയൊക്കെ ഉണ്ടായിരുന്ന, ഇറാഖിലും ഒക്കെ ഉണ്ടായിരുന്ന ഈ അറബ് വസന്തമൊക്കെ ആഞ്ഞു വീശിയ സ്ഥലങ്ങളിൽ നിന്നൊക്കെ അഭയാർത്ഥികളാക്കടേ എന്ന് പറഞ്ഞുകൊണ്ട് കാല് പിടിച്ചു വന്ന് കിടന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ ഇപ്പോൾ ജർമ്മനിയിലും ഫ്രാൻസിലും UK ഒക്കെ തന്നെ സിറ്റിസൺ ആയി കഴിഞ്ഞു. സിറ്റിസൺ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് അവിടെ അവകാശങ്ങൾ വേണം.
റിലീജിയസ് ആയിട്ടുള്ള അവകാശങ്ങൾ വേണം, അവർക്ക് റോഡിൽ നിസ്കരിക്കണം, ലണ്ടൻ ബ്രിഡ്ജിലിരുന്ന് നിസ്കരിക്കണം, പാരീസിലെ ഇൻഫാൽ ടവറിൻ്റെ പാരീസിൻ്റെ ടവറിൻ്റെ അടിയിൽ പോയി നിസ്കരിക്കണം. ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളായി. അതുപോലെ തന്നെ ജർമ്മനിയിൽ പക്ഷേ വലിയ പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജർമ്മനിയിലെ ആൾക്കാരോട് പറഞ്ഞു, ജർമ്മൻ നേറ്റീവ്സ് ആണല്ലോ, അവിടുത്തെ ആൾക്കാരോട് പറയുക, നിങ്ങളൊരു കാരണവശാലും സ്റ്റാർ ഒന്നും തൂക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. നിങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കരുത്, അതൊന്നും ഞങ്ങൾക്ക് ഇഷ്ടമല്ല, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ആഘോഷങ്ങളുണ്ട്, മാത്രമേ ഞങ്ങൾ അനുവദിക്കുകയുള്ളൂ, മറ്റൊന്നും അനുവദിക്കരുത് എന്ന് പറഞ്ഞ് ഇവരുടെ ഈ ക്രിസ്മസ് മാർക്കറ്റിലേക്ക് ട്രക്കും കാറും ഒക്കെ ഇടിച്ച് കയറ്റുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായി. അത്രയ്ക്ക് അസഹിഷ്ണുതയാണ് ഈ വിഭാഗത്തിന് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്നിട്ട് എന്താ ചെയ്തത്? അവസാനം ജർമ്മനിയിലുള്ള ആൾക്കാർക്ക് ജീവിക്കാൻ വയ്യാതെ അവർ വലിയ സിമൻറ്റ് ബ്ലോക്കുകൾ, ഈ പറയുന്ന കോൺക്രീറ്റ് ബ്ലോക്കുകളൊക്കെ കൊണ്ടുവന്ന് ഈ ജർമ്മൻ ക്രിസ്മസ് മാർക്കറ്റിന് മുന്നിൽ നിരത്തിയിട്ടു, ഈ വണ്ടി കൊണ്ടുവന്ന് ഇടിച്ചു കയറ്റാതായിട്ട്. തോക്കുധാരികളായിട്ടുള്ള 100 കണക്കിന് പോലീസുകാരെയും പട്ടാളക്കാരെയും വിന്യസിക്കേണ്ടി വന്നു. അപ്പോൾ പോളണ്ട് പണ്ടേ പറഞ്ഞിരുന്നു, ഇവന്മാരെയൊന്നും അകത്ത് കയറ്റരുത്, അടിച്ചതിനകത്ത് കയറ്റാൻ കൊള്ളൂല, നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും, നിങ്ങളുടെ ഊപ്പാടഞ്ചും വയ്ക്കും എന്നൊക്കെ യൂറോപ്യൻ രാജ്യങ്ങളോട് പറഞ്ഞപ്പോഴത്തേക്കും പോളണ്ടിനോട് പറഞ്ഞു, നിനക്ക് ഭ്രാന്താണ്, നീയൊക്കെ കൂടെ ഈ പറയുന്ന മതം തലയിൽ കയറിയിട്ടാണ്, നിനക്കൊന്നും അറിഞ്ഞുകൂടാ, അഭയാർത്ഥികളാണ്, അവരാരുമില്ലാത്തവരാണ്, അവരെ സംരക്ഷിക്കണം, അവരുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ചുമതല നമുക്കുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇവന്മാർ വിളിച്ച് അകത്ത് കയറ്റിയതോടുകൂടി എന്തായി, ഒട്ടകത്തിന് അവസ്ഥ ഇടം കൊടുത്തതുപോലെ ഇവന്മാരങ്ങോട്ട് അക്രമവും കൊള്ളിവയ്പ്പും കൊലയും എല്ലാം തുടങ്ങി. പിടിച്ചുപറി. UK എന്ന് പറഞ്ഞാൽ വലിയ ക്രിമിനൽ സംഘങ്ങളുണ്ട്, പാകിസ്ഥാനികളാണ് ഏറ്റവും കൂടുതൽ അവിടെ ക്രിമിനൽ ആക്ടിവിറ്റി നടത്തുന്നത്. ആ ക്രിമിനൽ ആക്ടിവിറ്റി നടത്തുന്ന പാകിസ്ഥാനികൾ 100 കണക്കിന് പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയത്, 1000 എന്നൊക്കെയാണ് പറയുന്നത്, അവരെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത കഥയും എല്ലാം വന്നു. ഏതായാലും സ്പെയിൻ്റെ അവസ്ഥ പരിതാപകരമാണ്. ആദ്യം അഭയാർത്ഥികളായി വരും, ഞങ്ങൾക്ക് സിറ്റിസൺഷിപ്പ് തരണമെന്ന് പറയും, യാചിക്കും, കരയും, കാലുപിടിക്കും, ഞങ്ങൾക്ക് വേറെ ഗതിയില്ല എന്നൊക്കെ പറയും. ഒരു നിമിഷം സിറ്റിസൺഷിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവകാശങ്ങളെ പറ്റി സംസാരിച്ചു തുടങ്ങും. പിന്നെ അവകാശങ്ങൾ മാത്രമല്ല, നിങ്ങളൊന്നും ചെയ്യരുത്, ഞങ്ങൾ മാത്രം മതി ഇവിടെ എന്നുള്ള നിലപാടും. പിന്നെ ആക്രമണമാകും. പിന്നെ ഈ പറയുന്ന ജനസംഖ്യ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാകും. അത്തരത്തിൽ ഈ പറയുന്ന മതം മാത്രം തലച്ചോറിലുള്ള, മതത്തിന് പകരം, തലച്ചോറിന് പകരം മറ്റ് സാധനങ്ങൾ, മതവും വിസർജ്യ വസ്തുക്കളും ഒക്കെ നിറച്ച് വിരിച്ചിരിക്കുന്ന ചില വിഭാഗങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ളത്. മതവിസർജ്യം തലയിൽ ചുമന്ന് നടക്കുന്ന വിഭാഗങ്ങളും തീവ്രവാദികളും ഒക്കെയാണ് ഇത്തരത്തിൽ അവിടെ പെരുമാറുന്നത് എന്നുള്ളത് ഇതിൽ നിന്നൊക്കെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഏതായാലും മൊറോക്കോയിൽ നിന്ന് വൻതോതിൽ കുടിയേറ്റം ആരംഭിച്ചിരിക്കുന്നു. ഒരു രാജ്യം ഇല്ലാതാകുന്നതിൻ്റെ സൂചനയിലേക്കാണ് സ്പെയിൻ്റെ അവസ്ഥ പോകുന്നത്. സൈന്യത്തെ കൊണ്ട് ഇടപെടിയിച്ച് ആ ബോർഡർ കടന്നു വരുന്ന ഏതവനായാലും അവനെ വെടിവെച്ചിട്ടില്ലെങ്കിൽ സ്പെയിൻ്റെ കാര്യം തീരും, അത് യാതൊരു സംശയവുമില്ല. നമ്മൾ പശ്ചിമ ബംഗാളിലും ആസാമിലും ഒക്കെ അനുഭവിക്കുന്ന അവസ്ഥയാണ്. ഇതിന് മാറ്റം വരുന്നില്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നുള്ളതാണ്. അത് സ്പെയിൻ ഇപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. അവർ കൃത്യമായ നടപടിയെടുക്കാൻ പോകുന്നു എന്നുള്ളതൊക്കെയാണ് അറിയുന്ന കാര്യം. എത്തിസ്റ്റുകളായതുകൊണ്ടാണ് കേട്ടോ, ഭൂരിപക്ഷം എത്തിസ്റ്റുകളാണ് ഇവിടെ അനുഭവിക്കുന്നവരാരാ? കമ്മ്യൂണിസ്റ്റുകളൊക്കെയാണ്. ആദ്യം കമ്മ്യൂണിസ്റ്റ് ആയിരുന്ന എല്ലാത്തിനെയും സ്വാഗതം ചെയ്യും, അവസാനം ഗതികേട് കൊണ്ട് എല്ലാം അനുഭവിക്കേണ്ടി വരുമെന്നുള്ളതാണ്. അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. മര്യാദയ്ക്ക് അവനവൻ്റെ മതവും വെച്ച്, അത്യാവശ്യം വിശ്വാസവും ഇത്തിരി ധാർഷ്ട്യവും അഹങ്കാരവും ഒക്കെ വെച്ച് അതിർത്തികളൊക്കെ ശക്തമാക്കി ഒരു ദൈവമില്ലാതെ വെടിവെച്ച് കൊന്നിരുന്നെങ്കിൽ സമാധാനമായിട്ട് ജീവിക്കാമായിരുന്നു. ഇതിപ്പോൾ ഇത്തിരി കട്ടപ്പുകയാകുന്ന കാര്യമാണ് സ്പെയിൻ്റെ കാര്യം. പ്രിയമുള്ളവരെ, ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും ചെയ്യണേ.